നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ഒരു വാർത്തയായിരുന്നു ഈ ക്ഷേത്ര ചടങ്ങുകൾ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുന്നു, അതിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി എന്നുള്ളൊരു വാർത്ത. പക്ഷേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് തന്നെ ഇതിലൊരു ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. വർഷങ്ങളായി നടക്കുന്ന ചടങ്ങുകൾ നിർത്തുന്നതും പണം ഈടാക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പോലീസിന്റെ നിലപാട്. അതേസമയം ക്ഷേത്രങ്ങളിലെ പാരമ്പര്യ ചടങ്ങുകൾ അട്ടിമറിക്കുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ദേവൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഗാർഡ് ഓഫ് ഓണർ പോലീസ് തരണമെന്ന് ഉള്ള കാര്യം. അത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. അതിനെയാണ് ഏകപക്ഷീയമായ നിലപാടെടുത്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയതും. പക്ഷേ ഇപ്പോൾ പോലീസിൽ തന്നെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. അതെ രജനി, ഈ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള വിശ്വനാഥ് സിൻഹ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ അത് നടപ്പാക്കുന്നതിൽ പോലീസ് സേനയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത് നൂറ്റാണ്ടുകളായി കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ഈ ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകുക എന്നുള്ളത്. അത് നിർത്തലാക്കുക അല്ലെങ്കിൽ അത് ഇനി തുടരണം എന്നുണ്ടെങ്കിൽ അത് ഗാർഡ് ഓഫ് ഓണറിന് പൈസ നൽകുക, പണം നൽകേണ്ടി വരുന്നൊരു സാഹചര്യം അത് നടപ്പിലാക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിഷേധങ്ങൾ ഉയരും എന്നുള്ളതാണ് പോലീസ് സേനയിലെ തന്നെ വിലയിരുത്തൽ. ഏകപക്ഷീയമായ ഒരു തീരുമാനം കൈക്കൊണ്ടതിനെതിരെ വ്യാപകമായി തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട്. നമുക്കറിയാം, സംസ്ഥാനത്തെ ഏതാണ്ട് 20ഓളം ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തന്നെയാണ്. അവിടെ ക്ഷേത്രത്തിലെ ആറാട്ടിനും ഇത്തരത്തിൽ നവരാത്രി വിഗ്രഹ ഘോഷയാത്ര വരുന്ന സമയത്തൊക്കെ തന്നെ ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ളത് ഒരു ആചാരത്തിന്റെ ഭാഗമാണ്, കാലങ്ങളായി അനുഷ്ഠിച്ചു പോരുന്ന ഒരു കാര്യമാണ്. മറ്റു ക്ഷേത്രങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഹരിപ്പാടുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം, തൃപ്പയാർ ശ്രീരാമക്ഷേത്രം, ഇത്തരത്തിൽ 20ഓളം ക്ഷേത്രങ്ങളിലാണ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. അടുത്തിടെ ഒരു തിരുവനന്തപുരത്തെ ഗണപതി ക്ഷേത്രം, ശ്രീവരാഹത്ത് ഗണപതി ക്ഷേത്രത്തിലെ ഗാർഡ് ഓഫ് ഓണർ ചടങ്ങിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നതുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം കൈക്കൊള്ളുകയും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു നിർദ്ദേശം ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകൾക്ക് നൽകുകയും ചെയ്തത്. ഏതായാലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു നിഷേധാത്മകമായ നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏകപക്ഷീയമായ ഒരു നിലപാട് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. മാത്രമല്ല പല ഹൈന്ദവ സംഘടനകളും രംഗത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ഹിന്ദു രാജകുടുംബാംഗങ്ങൾ ഈ ക്ഷേത്രങ്ങൾ സർക്കാരിന് കൈമാറുമ്പോൾ തന്നെ ആചാരങ്ങൾ അതേപോലെ സംരക്ഷിച്ചു വരണം എന്നുള്ള ഒരു ഉറപ്പ്, ആ ഉറപ്പിന്മേലാണ് ഈ രാജകുടുംബാംഗങ്ങൾ ഈ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ സർക്കാരിനെ കൈമാറിയത്. അത് ലംഘിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നത്. ഏതായാലും ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം പോലീസിനിടയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. രജനി, രശ്മി കാർത്തിക, ഈ എന്തുകൊണ്ടാണ് ഓരോ ചടങ്ങുകൾക്ക് മേലും ഇങ്ങനെ ഒരു കൈകടത്തൽ? അത് പോലീസിനെ ഉപയോഗിച്ചു കൂടിയാകുമ്പോൾ ഭക്തർക്ക് മനസ്സിലാകുന്നില്ലെന്ന തോന്നലാണോ? എന്നാൽ പോലീസുകാർക്കുള്ളിലും ഭക്തരുണ്ടല്ലോ, അവരും സ്വാഭാവികമായി ഇത്തരം പ്രതികരണങ്ങളിലേക്ക് വരും. ഈ ആശയക്കുഴപ്പം പോലീസിൽ തന്നെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ ഈ പോലീസ് സേനയിൽ തന്നെ ഈ ഒരു ഉത്തരവ് വന്നതിന് ശേഷം, അതായത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലേക്ക് ഈ ഒരു ഉത്തരവ് ലഭിച്ചതിന് ശേഷം തന്നെ ഈ വിഷയം പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം ഒരു വിഭാഗം ഇതിനെ എതിർക്കുന്നുണ്ട്. കാരണം ഇത് നടപ്പിലാക്കുന്നത് അത് വലിയ രീതിയിൽ അതൊരു ശരിയായ രീതിയല്ല, അതും തുടർന്ന് പോകണമെങ്കിൽ പണം ഈടാക്കണം എന്നൊക്കെ പറയുന്നത് ശരിയായ രീതിയല്ല എന്നുള്ളതാണ് പോലീസ് സേനയിൽ തന്നെ ഉയരുന്നൊരു വിമർശനം. ഒരു ഏകപക്ഷീയമായി യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളൊന്നുമില്ലാതെ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം, ഒരു യോഗം ചേരുന്നു, ഒരു തീരുമാനമെടുക്കുന്നു, അത് നടപ്പിലാക്കുന്നു, അതിലേക്ക് കടക്കുകയാണ്. അതിനാണ് ഇപ്പോൾ ഈ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പോലീസ് സേനയിലടക്കം അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ വിമർശനങ്ങളൊക്കെ സേനയ്ക്കുള്ളിൽ തന്നെ ഉയരുന്ന ഒരു സാഹചര്യം. ഇടത് സർക്കാർ, പിണറായി സർക്കാർ കാലങ്ങളായി തുടർന്നു പോകുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ ക്ഷേത്ര ആചാരങ്ങൾക്കെതിരെ ഉള്ള കടന്നുകയറ്റം, കാലങ്ങളായി തുടർന്നു പോകുന്ന ആചാരങ്ങൾ അത് നിർത്തലാക്കാനുള്ള തീരുമാനം, അതിൽ മുറിവേൽപ്പിക്കുക,
അത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള തീരുമാനങ്ങൾ പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ മുൻപും കണ്ടതാണ്. അതിന്റെ ഒരു തുടർച്ചയായി എന്നോണം വേണം ഇതിനെയും കാണാൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതും ശ്രീവരാഹത്തെ ഗണപതി ക്ഷേത്രത്തിലെ ഗാർഡ് ഓഫ് ഓണറുമായി ബന്ധപ്പെട്ട് ചേർന്ന ഒരു യോഗം, കഴിഞ്ഞ ദിവസം ചേർന്ന ഒരു യോഗത്തിലാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ നൽകി വരുന്ന ഏതാണ്ട് 20ഓളം ക്ഷേത്രങ്ങളിലും ഇത് നിർത്തലാക്കുകയും അത് തുടർന്ന് പോകണമെങ്കിൽ പണം നൽകണം, ക്ഷേത്രങ്ങൾ പണം നൽകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തിയിരിക്കുക. ഏതായാലും ഈ തീരുമാനം നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങൾ നമുക്ക് കാണേണ്ടി വരും. അത് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തുനിന്നും ശക്തമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃഷ്ണൻ.